സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടായിരിക്കാം. ദൈവം ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന മെസ്സേജ്, മടുത്തു പോകരുത്. ഡു നോട്ട് ലൂസ് ഹാർട്ട്, ഡു നോട്ട് ഗിവ് അപ്പ്. ഞാൻ ഇംഗ്ലീഷിൽ കൂടെ പറയാം. മലയാളം അറിയാൻ വയ്യാത്ത ചിലരിവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷും കൂടെ ഇടയ്ക്ക് ഞാനൊന്ന് പറയാം. അപ്പോൾ ദൈവം എനിക്കിന്ന് തന്നിരിക്കുന്നത്, മടുത്തു പോകല്ല്. പല വിഷയത്തിൽ മടുത്തു പോയ ജീവിതങ്ങളോട് ഇന്ന് ദൈവം സംസാരിക്കുന്നത്, ഡു നോട്ട് ലൂസ് ഹാർട്ട്, ഡു നോട്ട് ഗിവ് അപ്പ്. ഹല്ലേലൂയ. മടുത്തു പോകല്ല്. ഞാൻ എപ്പോഴും എനിക്കൊരു ടോപ്പിക്ക് കിട്ടുമ്പോൾ ഞാൻ യേശു കർത്താവ് അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. യേശു കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വേദപുസ്തകം ഒരിടത്തും പറഞ്ഞിട്ടില്ല, മടുത്തു പോകാനായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മൾ ഗിവപ്പ് ചെയ്യുവാൻ, നമ്മൾ എന്താ പറയുന്നത്, ഗിവപ്പ് എന്ന് പറയുമ്പം നമ്മൾ വിട്ടുകൊടുക്കുവാൻ വേദപുസ്തകം പറയുന്നില്ല. ഗിവപ്പ് ചെയ്യാൻ വേദപുസ്തകം പറയുന്നില്ല. മടുത്തു പോകല്ലെന്നാണ് വേദപുസ്തകം പറഞ്ഞിട്ടുള്ളത്. യേശു കർത്താവ് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? നമുക്ക് നോക്കാം. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 1. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. ഇംഗ്ലീഷിൽ പറയുന്നത്, പ്രേ ആൻഡ് നോട്ട് ഗിവ് അപ്പ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു ജീവിത യാത്രയിലാണ്. പല രീതിയിലുള്ള മടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മടുപ്പ്. എന്നാൽ യേശു കർത്താവ് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ മടുത്തു പോകല്ല്. നമ്മുടെ ജീവിതം, യേശു കർത്താവ് നമ്മുടെ ജീവിതം ഒരു സക്സസ്സിലേക്ക് നയിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ ഇടയാക്കുന്നത്. ജെറമ്യായ 29 വേഴ്സ് 11 പറയുന്നത്, നിന്നെക്കുറിച്ചുള്ള നിർണയം ഒരിക്കലും തിന്മയ്ക്കല്ല, ദോഷത്തിനല്ല, നന്മയ്ക്കായിട്ടത്രേ. മൈ പ്ലാൻസ് ഫോർ യു ഈസ് നോട്ട് ടു ഹാം യു ബട്ട് ടു ഗിവ് യു എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിൻ്റെ പ്ലാന്, കർത്താവ് നമ്മളെക്കുറിച്ച് നിർണയിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും ദോഷത്തിനല്ല, ഒരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ടത്രേ. നമ്മളെ സക്സസ്സിലേക്ക് നടത്തുവാനായിട്ടാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്, ആ മടുപ്പ് മാറ്റിക്കളയണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് ലഭിക്കത്തുള്ളൂ. ഇതേ അധ്യായത്തിൽ, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, വാട്ട് ഈസ് ഇംപോസിബിൾ വിത്ത് മാൻ ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ളത് ദൈവത്താൽ സാധ്യം. ദൈവമക്കളെ, നമ്മൾ യേശു കർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനും ഇല്ല. അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞത്, വിത്ത് മാൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ, ബട്ട് വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ആരാ ഉള്ളത്? നമ്മുടെ കൂടെ ദൈവമുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓൾ തിങ്സ് ആർ പോസിബിൾ. അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഇന്ന് പാട്ട് പാടിയതുപോലെ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരെയും കൂടെ യേശുവാ കൂടെ ഉള്ളത്. മനുഷ്യരാൽ അസാധ്യമായിട്ട് തോന്നും, എന്നാൽ ദൈവത്താൽ എല്ലാം സാധ്യം. ദൈവമക്കളെ, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇല്ല കേട്ടോ. ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ദൈവം നമ്മളോട് പറയും, നമ്മൾ ഗലാത്യർ
ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 9 ദൈവം ഒരു വചനം പറയുന്നുണ്ട്. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 9 വായിക്കാം. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നന്മ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മടുത്തു പോകല്ല, തക്ക സമയത്ത് നമ്മൾ കൊയ്യും. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ചില വിഷയത്തിൽ മടുത്തു പോകാതെ നമ്മൾ കാത്തിരിക്കണം. ഇവിടെ ഒരു ഫാർമറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ 6:9 വായിക്കുമ്പോൾ for at the proper time we will reap a harvest if we do not give up. Hallelujah. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു തക്ക സമയത്ത് നമ്മൾ കൊയ്യുമെന്നാണ് പറയുന്നത്. ഇൻ ദ പ്രോപ്പർ ടൈം വി വിൽ റീപ്പ് ഹാർവെസ്റ്റ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യല്ല, ഒരിക്കലും നമ്മൾ മടുത്തു പോകല്ല. ഗിവ് അപ്പ് ചെയ്താലുണ്ടല്ലോ, മടുത്തു പോയാലുണ്ടല്ലോ, നമുക്ക് പിന്നെ ആ സിറ്റുവേഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എന്നേക്കും പെർമനൻ്റായിട്ട് അത് നമ്മളിൽ നിന്നും മാറിപ്പോയി. എന്നാൽ ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആസ് ദ ഫാമർ വെയിറ്റ്സ് ഫോർ എ ഹാർവസ്റ്റ്, നമ്മൾ വെയിറ്റ് ചെയ്യണം ദൈവസന്നിധിയിൽ. നമ്മൾ ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ കാത്തിരിക്കണം. അതാ യേശു കർത്താവ് പറഞ്ഞത്. ഒരു ഉപമ പറഞ്ഞല്ലോ, ഒരു വിധവ ഒരു ജഡ്ജിൻ്റെ അടുത്ത് എപ്പോഴും ചെന്ന് എൻ്റെ കാര്യം നടന്നോ, എൻ്റെ കാര്യം നടന്നോ, ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്ന നിമിത്തമായിട്ട് ആ വിധവയ്ക്ക് ഉത്തരം കിട്ടി. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ വായിച്ചല്ലോ, നമ്മൾ ദൈവം മടുത്തു പോകാതെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു വിഷയത്തിനെ കാത്തിരിക്കുമ്പോൾ തക്ക സമയത്ത് നമുക്ക് വലിയ ഹാർവസ്റ്റിൻ്റെ മലയാളം വലിയൊരു കൊയ്ത്ത് വരുമെന്ന. ഇപ്പം ഒരു കൃഷിക്കാരൻ വിത്ത് വിതച്ചിട്ട് ഉടനെ അതിൻ്റെ ക്രോപ്സ്, അതിൻ്റെ പ്ലാന്റ് ഉണ്ടാകത്തില്ല. ഹി ഹാസ് ടു വെയിറ്റ് ഫോർ ദ സൺഷൈൻ, ഹി ഹാസ് ടു വെയിറ്റ് ഫോർ ദ റെയിൻ. ആ മഴയ്ക്കും ചൂട് കിട്ടാനും ആ ഫാർമർ വെയിറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിലും, ചിലപ്പോൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക വിഷയത്തിലുള്ള പ്രാർത്ഥനയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള വിഷയത്തിലുള്ള പ്രാർത്ഥനയായിരിക്കും. നമുക്കെല്ലാം പെട്ടെന്ന് മറുപടി കിട്ടണമെന്നാണ്. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് those who wait upon the Lord will soar on wings like an eagle. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന. സോ വി ഹാവ് ടു വെയിറ്റ്. വി ആർ ഇൻ എ ഹറി. പക്ഷെ നമ്മൾ എപ്പോഴും അങ്ങ് ഹറിയാ. നമ്മുടെ വിഷയത്തിൽ വിടുതൽ കിട്ടിയില്ലെങ്കിൽ നമ്മളങ്ങ് മടുത്തു പോകും. അയ്യോ, ദൈവം എന്നെ കേൾക്കുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാർവസ്റ്റാ വരാൻ പോകുന്നത്, ഒരു വലിയ കൊയ്ത്താ വരാൻ പോകുന്നത്. നട്ട 1-2 വിത്തല്ല, കൊയ്യുമ്പോൾ കിട്ടുന്നത് എന്തോ, ഇറ്റ് ഇസ് പ്ലെന്റിഫുൾ. ധാരാളം കൊയ്ത്താ കിട്ടുന്നത്. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാം ചോദിച്ചതിനെക്കാട്ടിലും നാം നനച്ചതിനെക്കാട്ടിലും അത്യന്തപരമായിട്ട് ദൈവം നമ്മളെ നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 35 onwards, so do not throw away your confidence, for you will be richly rewarded. അപ്പോൾ നമ്മൾ മടുത്തു പോകല്ല, നമ്മുടെ കോൺഫിഡൻസ് വിട്ട് കളയല്ല, നമ്മൾ കോൺഫിഡൻസ് വിട്ട് കളയല്ല. നമ്മൾ ദൈവസന്നിധിയിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ മലയാളം വായിക്കുമ്പോൾ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്തോ ചെയ്യല്ലേ, തള്ളിക്കളയല്ല.
യേശു കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. In this world you will have troubles, but take heart, I have overcome the world. അധൈര്യപ്പെടൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകല്ല്, ഭ്രമിക്കുകയും അരുത്, നിങ്ങളുടെ കോൺഫിഡൻസ് കളയല്ല്. ഈ യേശു കർത്താവ് എന്നെ സഹായിക്കും, യേശു കർത്താവ് എൻ്റെ മക്കളെ സഹായിക്കും, യേശു കർത്താവ് എന്നെ സൗഖ്യമാക്കും, യേശു കർത്താവ് എൻ്റെ ഭാവിയെ അനുഗ്രഹിക്കും, എൻ്റെ കുടുംബത്തെ സഹായിക്കുമെന്നുള്ള ആ വിശ്വാസവും ആ ഉറപ്പും ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ തള്ളിക്കളയല്ല്. ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്, ബിക്കോസ് യു വിൽ ബി റിച്ച്ലി റിവാർഡഡ്. സാധാരണ റിവാർഡ് അല്ല കേട്ടോ, റിച്ചായിട്ട് പ്ലെന്റിഫുള്ളായിട്ട് ദൈവം റിവാർഡ് ചെയ്യുമെന്ന ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഒരു ഹാർവസ്റ്റ് കൊയ്ത്തിൻ്റെ അനുഭവം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു വിഷയത്തിലായിരിക്കും, ചിലപ്പോൾ ചെറിയ വിഷയങ്ങളായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് ഉത്തരം തരുമ്പോൾ ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത് ഒരു ഹാർവസ്റ്റായിട്ടുള്ള അനുഗ്രഹം. ഇവിടെ പറയുന്നത് ഇറ്റ് വിൽ ബി റിച്ച്ലി റിവാർഡഡ്, നമ്മളെ റിച്ചായിട്ട് റിവാർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടല്ല. ദൈവം എനിക്ക് ഒരു വാക്കായിരുന്നു തന്നത് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അധൈര്യപ്പെടല്ല. ഡോണ്ട് ലൂസ് ഹാർട്ട്, ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്. ദൈവം ധാരാളമായി പ്ലെന്റിഫുള്ളായിട്ട് ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഒരു ദൂത ദൈവം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? 2 തിമോത്തി ചാപ്റ്റർ 1:6 പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് എങ്ങനത്തെ ആത്മാവാ? പേടിക്കുന്ന ആത്മാവാണോ? അല്ല. വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. God has given us the spirit of power, not the spirit of timidity. നമ്മൾ ഭയപ്പെടുന്നതിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, നമ്മളെ ശക്തിയിലേക്ക് നയിക്കുന്ന ഒരു ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് എഫീഷ്യൻസ് ചാപ്റ്റർ 5:15 and 16 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നമ്മൾ തക്ക സമയത്ത്, നമുക്കൊന്ന് വായിക്കാം എഫീഷ്യൻസ് ചാപ്റ്റർ 5:15 and 16. എഫീഷ്യൻസ് 5:15-16 വായിക്കുമ്പോൾ, ബി വെരി കെയർഫുൾ ഹൗ യു ലിവ്, നോട്ട് ആസ് അൺവൈസ് ബട്ട് ആസ് വൈസ്, മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. ജ്ഞാനികളായിട്ട് നമ്മൾ ജീവിക്കണമെന്നാണ് ഇവിടെ വചനം പറയുന്നത്, അജ്ഞാനികളായിട്ടല്ല. നോട്ട് ലൈക്ക് ഫൂളിഷ് പീപ്പിൾ. പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ വെറുതെ പിറുപിറുത്തുകൊണ്ട്, നമ്മൾ വെറുതെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട്, വെറുതെ കരഞ്ഞുകൊണ്ട് ഇരിക്കാനല്ല ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മളെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാ? വി ഹാവ് ടു ബി വൈസ്. നമ്മൾ ബുദ്ധിയുള്ളവർ, ജ്ഞാനമുള്ളവരായിരിക്കണം. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വൈസായിട്ട് ഡീല് ചെയ്യണം. ഹല്ലേലൂയ. ഒരു സിറ്റുവേഷൻ പോലും നമ്മൾ വെറുതെ ഫുളിഷായിട്ട് അത് കളയല്ല. നമ്മുടെ മുന്നേ വരുന്ന അവസരങ്ങൾ നമ്മൾ വളരെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യണമെന്ന് ഇവിടെ വചനം നമ്മളോട് പറയുന്നത് ഇല്ലേ? അതിൻ്റെ ഞാനത് വായിച്ചപ്പം ഒരു നല്ല എക്സാമ്പിൾ നമുക്ക് ബൈബിളിൽ നിന്ന് കിട്ടും. ഏതാണെന്നറിയാമോ? റൂത്തിൻ്റെയും നവോമിയുടെ. റൂത്തും നവോമിയെ പോലുള്ള ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്ന ആരുമില്ല കേട്ടോ, അത്ര ഹോപ്പ്ലെസ് ആയിട്ടുള്ള ആരുമില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നവോമിയുടെ ബേത്ലഹേമായിരിക്കുന്ന ആ നാട്ടിൽ ക്ഷാമമുണ്ടായി, നാട് വിടേണ്ടി വന്നു. നാട് വിട്ട് മോവാബിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഭർത്താവ് മരിച്ചു, 2 ആമക്കളുണ്ടായിരുന്നു, ആമക്കളും മരിച്ചു, അവർക്ക് ആമക്കൾക്ക് മക്കളുമില്ല. അപ്പം അവസാനം എന്തോ ഉള്ള 2 മരുമക്കളുണ്ട്. എന്നാൽ നവോമി അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇനി നിങ്ങൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു കാര്യവുമില്ല, ഐ ആം ഹോപ്പ്ലെസ്,
ഞാൻ വെറും കയ്പായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ എംറ്റി, ഐ ആം ഹോപ്പ്ലെസ്, ഐ ആം ബിറ്റർ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോ, എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു കാര്യവുമില്ല. അത് കേട്ടപ്പോൾ ആദ്യത്തെ മരുമോള് ഓർഫ അമ്മായിയമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് തിരിച്ചു പോയി. പക്ഷേ റൂത്ത് ഈ അമ്മായിയമ്മയോട് പറഞ്ഞ് എന്നോട് പോകാൻ നീ പറയില്ല, നിന്റെ ദൈവം എൻ്റെ ദൈവം. നമുക്കറിയാം ഓർഫയും റൂത്തും they were Moabites. They used to worship idols. അവർ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു ദേശത്തിലെ മരുമക്കളാണ്. അവർക്ക് സത്യദൈവത്തെ അറിയില്ല. എന്നാൽ റൂത്ത് made the opportunities very wisely. റൂത്ത് എന്ത് ചെയ്തു? അമ്മായിയമ്മയോട് കൂടെ അപ്പം നവോമിക്ക് ചിന്തിച്ചു, നവോമിക്ക് എവിടുന്നോ റിപ്പോർട്ട് കിട്ടി, നവോമിയുടെ നാടായിരിക്കുന്ന ബേത്ലഹേമിൽ ക്ഷാമം മാറിയെന്നുള്ള റിപ്പോർട്ട് കിട്ടി. അവരിരുവരും കൂടെ ബേത്ലഹേമിലേക്ക് യാത്ര പോയി. നോക്കിയോണേ, നവോമിയും ആ സിറ്റുവേഷൻസ് വളരെ വൈസായിട്ട് യൂസ് ചെയ്തു. അങ്ങനെ അവർ ഇരുവരും ബേത്ലഹേമിലേക്ക് പോയി. അങ്ങനെ റൂത്ത് അവിടെ ചെന്നിട്ട് ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കിയില്ല കേട്ടോ, ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കിയില്ല. ഷീ മേഡ് യൂസ്ഡ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റി പോലും വെറുതെ സങ്കടപ്പെട്ട് കരഞ്ഞില്ല. നവോമി റൂത്ത് രണ്ടുപേരും കൂടി ഇരുന്ന് സങ്കടപ്പെട്ട, അയ്യോ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചല്ലോ, ഇനി എങ്ങനെയാണ് ഇതൊക്കെ മാറാൻ പോകുന്നത്, ഇനി എന്തുവാ ഗതിയില്ല, എനിക്കൊരു ഗതിയില്ല, ഇനി എങ്ങനെയാണ് ഇതൊക്കെ സിറ്റുവേഷൻസൊക്കെ. ഒന്നും പരാതികൾ ഒന്നും പറഞ്ഞില്ല. അവിടെ നേരെ ബേത്ലഹേമിൽ ചെന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ റൂത്ത് പറഞ്ഞു. അപ്പോൾ ഈ നവോമി അമ്മച്ചി ഇങ്ങനെ ഒത്തിരി കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ ഒരു ആളുണ്ട്, ബോവസ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റോറി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ റൂത്ത് ഷീ മേഡ് ദി ഓപ്പർച്യൂണിറ്റി വെരി വൈസ്ലി. അമ്മായിയമ്മയോട് കൂടെ പോയി. അത് തന്നെ വൈസായിട്ടുള്ള ഡിസിഷനായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ അമ്മായിയമ്മയോട് പറഞ്ഞു, എന്നാൽ ശരി ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാനും ഒന്നുമില്ല. അവർ ദർ എംറ്റി, രണ്ടുപേരും എംറ്റിയാ, ഒന്നുമില്ല, ജീവിക്കാൻ മുന്നിൽ ഒന്നുമില്ല, ഒരു സാഹചര്യമില്ല, ഹോപ്പ്ലെസ് സിറ്റുവേഷനാ, ഒന്നുമില്ല, എവറിത്തിങ് നെഗറ്റീവ്, എവറിത്തിങ് എംറ്റി. അപ്പം രാവിലെ തന്നെ എന്നാൽ ഞാൻ എവിടെയെങ്കിലും പറമ്പിൽ പോയിട്ട് ഇങ്ങനെ നമുക്കറിയാം അന്നത്തെ കാലത്തിൽ കറ്റകൾ ചുമക്കുമ്പോൾ, കറ്റകൾ കൂട്ടുമ്പോൾ കറ്റകൾ കൂട്ടുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അത് അവിടുത്തെ പണിക്കാർ പറിച്ച് താഴെ ഇടും. അത് ഇങ്ങനെയുള്ളവർ പരദേശികളൊക്കെ പോയി പറക്കും. അങ്ങനെ പോയി പറക്കുവാനായിട്ട് പോയി. അങ്ങനെ ഒരു ദിവസം പോയി പറക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ വെച്ച് ആ ബോവസിനെ കാണുവാനായിട്ട് ബോസ് പറഞ്ഞു, നീ ആശ്രയിച്ച് വന്ന ഇസ്രായേലിൻ്റെ ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേ ദ ലോർഡ് ബ്ലെസ് യു റിച്ച്ലി ബിക്കോസ് യു ഹാവ് കം അണ്ടർ ദ ഷെൽട്ടർ ഓഫ് ഇസ്രായേൽസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളെ, ആ ദൈവത്തിൽ ആശ്രയിക്കാൻ വന്ന റൂത്തിനെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചത്? മിസ്റ്റീരിയസ് വേസിൽ കൂടെയാണ്, അമേസിംഗ് വേസിൽ കൂടെയാണ് റൂത്തിനെ ദൈവം അനുഗ്രഹിച്ചത്. ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ദൈവം അനുഗ്രഹിക്കുവാനായിട്ടിടയായി. നമ്മൾ ദൈവത്തിൽ കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവം നമ്മളെ നടത്തുന്നത് റിച്ചായിട്ട്. ഹല്ലേലൂയ.
ദൈവം നമ്മളെ നടത്തുന്നത് സാധാരണ ആയിട്ടല്ല. നമ്മളെ അതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ അധൈര്യപ്പെടല്ല്. ദൈവത്തെ നിങ്ങൾ കൂട്ടാക്കിക്കോണം. ദൈവത്തിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം. യേശു കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കുന്നത് റിച്ചായിട്ടാണ്. ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ജോയനയുടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയാൽ ജോയന ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ അവളെക്കുറിച്ച് ഞങ്ങൾ ഒന്നും ദുഃഖിക്കുവാനോ വേദനിക്കുവാനോ ക്യാരക്ടർ വൈസും പഠിത്തത്തിലും ഒന്നും ദൈവം സമ്മതിച്ചിട്ടില്ല. ഒരു രീതിയിലും ഞങ്ങൾ വേദനിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ ബിടെക് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. MBA വേണോ അതോ MTech വേണോ എന്ന് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ മോക്കം ഉണ്ടായിരുന്നു. എനിക്കും ഒക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജസ്റ്റ് ലെറ്റ് സീ വാട്ട് ഗോഡ് ഡസ്, ജസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ കൃപയാൽ അങ്ങനെ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പോയി ക്യുസാറ്റി പോയി എക്സാം എഴുതി, എൻട്രൻസ് എക്സാം എഴുതി. അപ്പോഴും വലിയ ഹോപ്പൊന്നുമില്ല. ഞങ്ങളോർത്ത് ഓക്കെ ജസ്റ്റ് എഴുതിക്കോ, ഇൻ കേസ് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ വരാതിരിക്കുമ്പോൾ ചിലപ്പോൾ സീറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കുമെന്ന് നമ്മൾ ജസ്റ്റ് ഓർത്തു, നമ്മൾ മാനുഷികമായിട്ട് ഓർത്തു. എന്നാൽ ദൈവം സഹായിച്ചപ്പോൾ റിച്ചായിട്ട് ദൈവം ബ്ലെസ് ചെയ്യുവാനായിട്ടിടയായി. എൻട്രൻസിൽ തന്നെ സെക്കൻഡ് റാങ്കോടുകൂടി ദൈവം അഡ്മിഷൻ കൊടുക്കുവാനായിട്ടിടയായി. ഇതേപോലെ ഈ റൂത്ത് ഓർത്തിരുന്നത് എന്തുവാ? കാലാപറക്കി ജീവിക്കാമെന്നാണ് ഓർത്തിരുന്നത്. എന്നാൽ നോ, ദൈവം റൂത്തിനെ അവിടുത്തെ ഒരു യജമാനത്തിയാക്കി തന്നെ ദൈവം മാറ്റുവാനിടയായി. നോക്കിക്കോണം ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ മനസ്സിൽ അത് ചിന്തിക്കാത്ത കാര്യമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് നമുക്ക് ഒരുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും അധൈര്യപ്പെടല്ല്. മക്കളെ ചൊല്ലി അധൈര്യപ്പെടല്ല്. മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കും. അധൈര്യപ്പെടല്ലേ. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 2 Corinthians chapter 4 verse 1. അവിടെ പറയുന്നുണ്ട്, since through God's mercy we have this ministry, we do not lose heart. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരെയും കൂടെ ഉള്ളോണ്ട് നമ്മൾ അധൈര്യപ്പെടുന്നില്ല. ദൈവമക്കളെ, ദൈവം നമുക്കൊരു പുതിയ വഴിയാണ് ദൈവം തുറന്നു തന്നിരിക്കുന്നത്. പഴയ വഴിയല്ല. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ കൂടെ ഉണ്ട്. സോ വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. അതുകൊണ്ട് നമ്മൾ അധൈര്യപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ therefore we do not lose heart. അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അപ്പം ദൈവമക്കളെ, യേശുവിൽ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, യേശു കർത്താവിൽ ആശ്രയിക്കുന്നവർ, യേശു കർത്താവിൽ പ്രത്യാശ വെക്കുന്നവർക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഈ മൺകൂടാരമാണ് കേട്ടോ. എനി ടൈം ഇറ്റ്സ് വെരി ഫ്രജൈൽ, എനി ടൈം ഇറ്റ് ക്യാൻ ബ്രേക്ക്. പക്ഷേ നമ്മൾ ഇത്രയും നാളിവിടെ നിലനിന്നത്, തകർന്നു പോകാഞ്ഞത്, ക്ഷീണിച്ചു പോകാഞ്ഞത്, ലജ്ജിച്ചു പോകാഞ്ഞത്, നമ്മളിൽ
ഉള്ളിൽ പകർന്നിരുന്ന് ദൈവത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്രത്തോളം നിലനിന്ന് ജീവിച്ചു പോയത്. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലായിട്ടുള്ള പവർ, എക്സ്ട്രാ ഓർഡിനറി പവറാണ് ദൈവം നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഈ പവറാണ് നമ്മളെ ഇന്ന് വരെ ഓടിച്ചത്. ഈ ഇന്ധനം അല്ലെങ്കിൽ ഈ ഫ്യൂവൽ ഇല്ലേ, എക്സ്ട്രാ പ്രീമിയം ഫ്യൂവൽ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ എക്സ്ട്രാ ഓർഡിനറി പവറാണ് നമ്മളെ ഇന്ന് വരെ ഓടിച്ചത്. ഈ മടുപ്പ് വരുമ്പോൾ എപ്പോഴാണ് മടുപ്പ് വരുന്നതെന്ന് അറിയാമോ? ഈ ഇന്ധനം അല്ലെങ്കിൽ ഈ ഫ്യൂവൽ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് വരുന്നത്. നമുക്കെല്ലാം അങ്ങ് ഗിവ് അപ്പ് ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, യേശു കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, യേശു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ കോൺഫിഡൻസിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടവരല്ല. വി ആർ ഓൺ ദ വേ ടു സക്സസ്. ഹല്ലേലൂയ. നമ്മൾ വിജയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്വിറ്റ് ചെയ്യുവാണെങ്കിൽ, ദൈവമക്കളെ, ഇപ്പം ചിലർ ഓർത്തിരിക്കുക, ക്വിറ്റ്, യു ആർ തിങ്കിങ് ദാറ്റ് ഓക്കെ ഐ എം ഗോയിങ് ടു ക്വിറ്റ്, എനിക്ക് മതിയായി, ഞാൻ മടുത്തു, എനിക്ക് ക്വിറ്റ് ചെയ്യാൻ പോവാന്ന്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സക്സസ് അടുത്ത് നിൽക്കും, അപ്പോഴാണ് നിങ്ങൾ ക്വിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നോ, സക്സസ്, വിജയം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പത്രോസ് ലൂക്ക് ചാപ്റ്റർ 5:1-7 വരെ വായിക്കുമ്പോൾ പത്രോസ് സ്ലിയ രാത്രി മുഴുവനും അധ്വാനിച്ചു. നമ്മുടെ എഡ്യൂക്കേഷൻ വൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും പഠിച്ച് MBA, കുറേ MBA ഉണ്ട്, നമുക്ക് കുറേ ഡിഗ്രീസ് PGs എല്ലാം ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നു, ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ ഞാൻ ഓരോന്ന് ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്കൊരു ഗതിയില്ലല്ലോ കർത്താവേ, ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ടും എനിക്ക് എന്താ കർത്താവേ ഒരു ഗതിയും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഹി ടോയിൽഡ് ഹോൾ നൈറ്റ് ബട്ട് ഹി ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ്. എന്നാൽ അവിടെ ഒരു വാക്ക് എനിക്ക് വളരെ എന്നെ ഇഷ്ടപ്പെട്ടത്. പത്രോസ് പറയുന്നു, അന്നേരം യേശു കർത്താവ് പറഞ്ഞു പത്രോസിനോട്, നീ ആഴത്തിലേക്ക് വല വീശാനായിട്ട് പറഞ്ഞു. അപ്പോൾ പത്രോസ് ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് യു സേ ഐ വിൽ ലെറ്റ് ഡൗൺ ദിസ് നെറ്റ്. നീ പറയുന്നത് കൊണ്ട് ഞാൻ ഈ വല ആഴത്തിലേക്ക് ഇടാമെന്ന് പറയുവാനായിട്ടിടയായി. ഹല്ലേലൂയ. നോക്കിക്കോണേ, എത്ര കോൺഫിഡൻ്റ് ആ പത്രോസ് ആ യേശു കർത്താവിൻ്റെ വാക്കിൽ. അതുപോലെ ഇന്ന് ദൈവം നമ്മളോട് പറയുന്നു, യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, യേശു കർത്താവിൽ നമ്മൾ ആശ്രയിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ ചിലപ്പോൾ ഇപ്പോൾ ഒന്നും കാണുന്നില്ലായിരിക്കും. പക്ഷേ യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് ആ സ്റ്റെപ്പ് വെച്ചപ്പോൾ എന്തോ സംഭവിച്ചത്? ഇതുവരെ കാണാത്തതുപോലെ പെരുത്ത മീൻ കൂട്ടം കിട്ടുവാനായിട്ടിടയായി, പ്ലൻറ്റിഫുള്ളായിട്ട്. നോക്കിക്കോണേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആ വാക്ക് കേട്ട നിമിത്തമായിട്ട് അവിടെ പത്രോസ് അവിടെ ഫുൾ മൂഡ് ഔട്ടായിട്ട്, ഇല്ല കർത്താവ്, എനിക്ക് പറ്റത്തില്ല, ഇത്രയും രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഹോൾ ഇയർ, ഇപ്പം 40 വർഷം, എനിക്കിപ്പോൾ 40 വയസ്സായി, അല്ലെങ്കിൽ എനിക്കിപ്പം 50 വയസ്സായി. എനിക്ക് എന്നെ കൊണ്ട് ഒന്നും നടക്കത്തില്ല, എനിക്ക് ആരും ജോലി തരത്തില്ല, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ക്വിറ്റ്, എനിക്കിനിയും ഒന്നും നന്മ, എനിക്കിനി എങ്ങൊന്നും ഒരു നന്മയും കിട്ടത്തില്ലെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മളും ഈ പത്രോസ്ലിഹായെ പോലെ ആ കോൺഫിഡൻസോടുകൂടി യേശു കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്
പ്ലെന്റിഫുള്ളാ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബ്ലെസ്സിങ്ങാണ് ദൈവം തരുന്നത്. ഹല്ലേലൂയ. നോക്കിക്കോണേ, അവിടെ നിരാശപ്പെട്ട് മാറിയിരുന്നില്ല പത്രോസ്ലിയായ. ഇത്രയും അധ്വാനിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ ഈ പകലിപ്പോൾ നെറ്റ് ഇട്ടിട്ട് കിട്ടാൻ പോകുന്നു? നത്തിങ്. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ് ബിക്കോസ് യു സേ. യേശുവെ, നീ പറയുന്നതും കൊണ്ട്, നീ എന്നോട് പറഞ്ഞതും കൊണ്ട് ഞാനിത് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മക്കള് ആരും ലജ്ജിച്ചു പോകുവാനായിട്ട് ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മേ ബി നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടിയ ചില സമയങ്ങളുണ്ട്. നമ്മൾ ഫിലിപ്പിയർ 3:13 പറയുന്നത്, പൗലോസ്ലിയ പറയുന്നത്, പുറകിലുള്ളത് മറന്നിട്ട് മുമ്പിലുള്ളതിന് വേണ്ടി ഞാൻ ആയുന്നെന്നാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ പാസ്റ്റ് ഫെയില്യൂഴ്സ്, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഫെയില്യൂഴ്സ് ഒരിക്കലും നമ്മൾ ചിന്തിച്ചും കൊണ്ട് ക്വിറ്റ് ചെയ്യല്ല, അധൈര്യപ്പെടല്ല. നമ്മൾ വി ഹാവ് ടു മൂവ് ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് ആയണം. മലയാളത്തിൽ പറയുമ്പം ആയണം. അത് ഇച്ചിരി പ്രയാസമാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കഴിഞ്ഞ നാളുകളിൽ വലിയ സക്സസ് ആയിരിക്കും ഉണ്ടായത്, ഇപ്പം പ്രയാസങ്ങളായിരിക്കും. എന്നാൽ സക്സസ്സും നിങ്ങൾ നോക്കിയിരിക്കല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഫെയിലിയറും നിങ്ങൾ നോക്കിയിരിക്കല്ല. മുന്നോട്ട് സ്റ്റെപ്പ് ചെയ്യണം, മുന്നോട്ട് കാലുകളെ വെക്കണം. ഹല്ലേലൂയ. മുന്നോട്ട് കാലുകളെ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു വിജയം ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഗ്നൻ്റ് ആയി പോകും. സി, ഡു നോട്ട് ലുക്ക് അൺ ടു യുവർ പാസ്റ്റ്, യുവർ ഫെയിലിയേഴ്സ് ഓർ യുവർ സക്സസ്. Don't look back. You have to move forward. Move forward. Don't quit. Don't lose heart. Move forward. Hallelujah. I can do all things through Christ who gives me strength. എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. With the help of my God, I can do all things. എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നതും കൊണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതും കൊണ്ട് എനിക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. നത്തിങ് ഈസ് ഇംപോസിബിൾ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നമ്മുടെ ഫിസിക്കൽ കഴിവില്ല. ഇപ്പോൾ ഞാൻ ആരാണ്ട് പറഞ്ഞ പോലെ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് മുഴുവൻ രോഗമായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഈ എക്സ്ട്രാ ഓർഡിനറി പവർ പുറമേ ഉള്ളത് ക്ഷയിച്ചാലും അകമേ ഉള്ളത് എവറി ഡേ നമ്മൾ റിന്യൂഡ് ആകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അകമേ, പുറമേ ഇങ്ങനെ നമ്മൾ ക്ഷയിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ അകമേ ഉള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ എക്സ്ട്രാ ഓർഡിനറി പവറാ നമ്മളെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ മിടുക്കല്ല ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടലൊന്നുമല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടലല്ല, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കൂടലല്ല. വിത്ത് മൈ ഗോഡ് I can scale a wall. Hallelujah. എൻ്റെ ദൈവത്താൽ മുന്നിലുള്ള ഏത് മതിലും ഞാൻ ചാടിക്കടക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളിൽ ഈ ലോകത്തിലുള്ളവനെക്കാട്ടിലും നമ്മളിലാ ഈ ശക്തി, വലുതായിട്ടുള്ള ശക്തി. ഇല്ലേ, ദാവീദ് ആ വലിയ ഗോലിയാത്തിനെ കണ്ട് പേടിച്ച്, ഗോലിയാത്തിൻ്റെ ഉയരവും പൊക്കവും വീതിയും വണ്ണവും ഒന്നും നോക്കിയിരിക്കുമല്ലായിരുന്നു. ദാവീദ് ദൈവത്തിലായിരുന്നു നോട്ടം. ദൈവത്തിൻ്റെ പവറിൽ, ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം, ആ ശക്തിയിലായിരുന്നു ദാവീദിൻ്റെ നോട്ടം മുഴുവനും. നമ്മൾ
പലപ്പോഴും നമ്മുടെ പ്രശ്നത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രശ്നത്തെക്കാട്ടിലും വലിയ സർവശക്തനായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ നിധി നമ്മുടെ ഈ മൺകൂടാരത്തിൽ ഈ ട്രഷറാണ് വെച്ചിരിക്കുന്നത്. സോ എവറി ടൈം when we believe God, when we trust God, ഈ നിധി നമ്മളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നിധിയാ നമ്മളെ നിലനിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതുകൊണ്ട് പൗലോസ്ലിയ പറഞ്ഞത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്കാണ്. When I am weak, then I am strong. പൗലോസ്ലിയ പറയുന്നത് അതിനകത്ത് 2 കൊരിന്ത്യർ 4:8 വാക്യം, വി ആർ ഹാർഡ് പ്രസ്ഡ് ഓൺ എവറി സൈഡ്. എല്ലാ രീതിയിലും ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശാരീരികമായി, മാനസികമായി, എല്ലാ രീതിയിലും. കുഞ്ഞുങ്ങൾക്കൊരു വിടുതലില്ല, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ, എനിക്കൊരു ഭവനമില്ല, എനിക്ക് എല്ലാ രീതിയിലും ഐ എം ഹാർഡ് പ്രസ്ഡ് ഫ്രം ഓൾ സൈഡ്സ്. എന്നിട്ടും ഞാൻ പൊട്ടിപ്പോകാത്തത് എന്താ? തകർന്നു പോകാഞ്ഞത് എന്താ? ക്ഷീണിച്ചു പോകാഞ്ഞത് എന്താ? ഈ ശക്തി നമ്മൾ ഓരോരുത്തരിൽ ഈ ശക്തി വ്യാപരിച്ചതും കൊണ്ടാ നമ്മൾ പൊട്ടിപ്പോകാഞ്ഞത്, ക്ഷീണിച്ചു പോകാഞ്ഞത്, തളർന്നു പോകാഞ്ഞത്. അതിൻ്റെ 8 വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. കണ്ടോ മക്കളെ, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ഇപ്പം ഈ പ്രാർത്ഥനയ്ക്ക് കൂടാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്നം വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ദൈവത്തെ യഥാർത്ഥമായിട്ടൊന്ന് വിളിക്കാനായിട്ട് വന്നത്. ശരിയല്ലേ പറഞ്ഞേ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ. അപ്പോൾ പൗലോസ്ലിയ പറയുന്നത് നമ്മുടെ പ്രതിസന്ധിയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവിൻ്റെ മരണമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. എന്നാൽ ഈ മരണം അനുഭവിച്ചാൽ പിന്നീട് എന്തുവാണെന്നറിയാമോ? യേശു കർത്താവിൻ്റെ ജീവനാണ് നമ്മളിൽ കൂടെ പുറത്തു വരുന്നത്. ദ പവർ ഓഫ് റിസറക്ഷൻ. Hallelujah. Only when we experience the death of Jesus, then only we can experience the power of resurrection. Hallelujah. യേശു കർത്താവിൻ്റെ മരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ യേശു കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പം മേ ബി നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കും, പല പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അത് യേശു കർത്താവിൻ്റെ മരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാ പൗലോസ്ലിയ പറയുന്നത്, ഞാൻ എത്രമാത്രം പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു അത്രമാത്രം ഐ ക്യാൻ എക്സ്പീരിയൻസ് ഗോഡ്സ് പവർ ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. ഞാൻ എത്രമാത്രം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് അത്രമാത്രം ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ തകർന്നു പോകാഞ്ഞത്, നമ്മൾ രോഗിയായിട്ട് കിടന്നു പോകുവാനിടയാകാതെ, നമ്മൾ മരണപ്പെട്ടു പോകുവാനിടയാകാഞ്ഞത് ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ ഓടിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളുടെ മുന്നിൽ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ഇല്ലെന്ന് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ഒന്നും അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. മനുഷ്യരുടെ മുന്നിൽ നമുക്ക് പലതും അസാധ്യമെന്ന് നമുക്ക് തോന്നും. പക്ഷേ പ്രാർത്ഥിക്കുന്നവരുടെ, ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല. ഞാൻ 2 എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് വചനം ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്, 2 ഡെസ്പറേറ്റ് ആയിട്ടുള്ള പ്രെയർ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. മനോവ്യസനമുള്ള 2 വ്യക്തികൾ. ഒന്ന്, നമ്മൾ ഐസായ ചാപ്റ്റർ 38 വേഴ്സസ് 1 to 7 ഒന്ന് വായിക്കാം. ഐസായ ചാപ്റ്റർ 38
1-7 നിങ്ങളത് വായിക്കണം. അവിടെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോർഷനാണ്. ഹിസ്കിയാവ് രാജാവ് മരണത്തോട് രോഗം വന്നിട്ട് മരിക്കുവാനായിട്ടിരിക്കുകയാണ്. ഞാനത് വായിച്ചപ്പോൾ ഓർക്കുമായിരുന്നു, ഈവൻ മരണം പോലും, നമ്മുടെ മുന്നിലുള്ള മരണം പോലും നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പാകെ മാറ്റിക്കൊണ്ട് നമ്മുടെ ലൈഫ് സ്പാൻ പോലും കർത്താവ് ഇൻക്രീസ് ചെയ്ത് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് ഹിസ്കിയാവ് രാജാവ് മരണത്തോട് രോഗം വന്ന്, അപ്പം ദൈവം ഒരു പ്രോഫറ്റിനെ വിട്ടു, ഐസായ പ്രോഫറ്റിനെ വിട്ടു. യു ആർ ഗോയിങ് ടു ഡൈ, യുവർ ഡേയ്സ് ആർ നമ്പേർഡ്, നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു, നീ മരിക്കാൻ പോകുക എന്ന് പറഞ്ഞ് യെശയ്യാ പ്രവാചകനെ ഹിസ്കിയാവ് രാജാവിൻ്റെ അടുക്കലേക്ക് വിട്ടു. എന്നാൽ ഹിസ്കിയാവ് രാജാവ് ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഒട്ടും അധൈര്യപ്പെടാതെ ദൈവസന്നിധിയിൽ, അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ചുവരിനോട് ചേർന്ന് he put his face behind the walls and he prayed to God. Hallelujah. നോക്കിക്കോണെ ദൈവമക്കളെ, ആ ഡെസ്പറേറ്റ് ആയിട്ടുള്ള പ്രെയർ, ആ മനോവ്യസനമുള്ള ആ പ്രാർത്ഥന. അവിടെ ഡോക്ടർമാരില്ല, പ്രവാചകന്മാരില്ല, പ്രെയർ വോറിയേഴ്സ് ഇല്ല, ഭാര്യയില്ല, കുഞ്ഞുങ്ങളില്ല, ആരുമില്ല. ഹിസ്കിയാവ് രാജാവും ദൈവവും ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. നിങ്ങളത് വായിക്കണം കേട്ടോ. ഭിത്തിയോട് ചുമരിനോട് ചേർന്ന് ദൈവസന്നിധിയിൽ ആ ഹൃദയത്തെ അങ്ങ് പകരുവാനായിട്ട് തുടങ്ങി. ആദ്യം ഹിസ്കിയാവ് രാജാവ് പ്രാർത്ഥിച്ച, കർത്താവേ, ഞാൻ എന്ത് നീതിമാനാ, ഞാൻ എന്തോ ഒരു നീതിയോട് ജീവിച്ചിട്ട് വൈ ദിസ് ഹാപ്പൻ ടു മീ, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, കർത്താവേ, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല, ഞാൻ എന്തോ ഒരു നീതിയോട് ജീവിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കും. അതുപോലത്തെ ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനയെക്കാട്ടിലും ദൈവത്തിന് ഇഷ്ടപ്പെട്ട താഴെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഹി വെപ്റ്റ് ബിറ്റർലി, മനോവ്യസനത്തോടുകൂടി ദൈവസന്നിധിയിൽ, ആ റിപ്പൻറ്റൻ്റ് ഹാർട്ടോടുകൂടി താഴ്മയോട് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ദൈവമക്കളെ, നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും, നമ്മൾ എത്ര നല്ല ആളാണെന്ന് നമുക്ക് തോന്നിയാലും, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന എന്താണെന്നറിയാമോ? നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിച്ചു കൊടുക്കണം. താഴ്മയോട്, ആ മാനസാന്തരപ്പെട്ട ഹൃദയത്തോട്, ആ മനോവ്യസനമുള്ള ഹൃദയത്തോടു കൂടി ദൈവവും ഹിസ്കിയാവും മാത്രമേ ഉള്ളൂ. വേറെ ഒരു എക്സ്പേർട്സ് ഇല്ല, വേറെ ഒരു കൺസൾട്ടൻസ് ഇല്ല. ദർ ഈസ് നോബഡി ടു ഹെൽപ്പ് ഹിം. He wept bitterly and God heard his cry. ദൈവം ആ കരച്ചില് കേൾക്കുവാനായിട്ടിടയായി. പെട്ടെന്ന് ഐസായ പ്രോഫറ്റിനോട് പറഞ്ഞു, നീ ചെന്ന് പറ, നിന്റെ ആയുസ്സിന് 15 വർഷം കൂടെ ഞാൻ കൂട്ടി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നോക്കിക്കോണേ, നമ്മുടെ പ്രാർത്ഥനയുടെ പവർ ഒന്ന് നോക്കിയേ. എത്ര വലിയ അസാധ്യമെന്ന് തോന്നുന്ന വിഷയമാണെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടുകൂടി, മാനസാന്തരപ്പെട്ട ഹൃദയത്തോടുകൂടി, നുറുക്കത്തോടുകൂടി നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ പകരം നമ്മൾ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ വേറെ ആൾക്കാരോടെല്ലാം നമ്മൾ കൺസൾട്ട് ചെയ്ത് അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. അതെല്ലാം യൂസ്ലെസ്സാണ് ദൈവമക്കളെ, അതെല്ലാം യൂസ്ലെസ്സാണ്. നമ്മൾ ദൈവവും നമ്മളുമായിട്ടുള്ള ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം, ആ ഹാർട്ട് ദൈവസന്നിധിയിലേക്ക് അങ്ങൊന്ന് പകർന്നു കൊടുക്കണം. ആ പ്രാർത്ഥനയാണ് ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ട്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥന പോലും മാറ്റിവെക്കല്ല. ഇത് എനിക്ക് സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇത്രയും വർഷമായി, ഇനിയിപ്പോൾ എന്തോ നടക്കാനാ, ഒന്നും പറയല്ല.
നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ഗോഡ്സ് സൈറ്റ്. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യമായിരിക്കും, എന്നാൽ ദൈവത്താൽ എല്ലാം സാധ്യം. ആ നമ്മുടെ ഹൃദയം നുറങ്ങി നോക്കിക്കോട്ടെ. 15 God added 15 more years to Hezekiah's life. Hallelujah. എസെക്കിയാവിൻ്റെ ജീവിതത്തിൽ 15 വർഷം കൂടെ നീട്ടി. ഈ ദൈവം തന്നെയാ പറഞ്ഞത് മരിക്കാൻ പോവാന്ന് പറഞ്ഞത്. കണ്ടോണേ, ആ വേർഡിക്റ്റ് പോലും ദൈവം മാറ്റി എഴുതിയ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനോവ്യസനത്തോടുകൂടി ദൈവസന്നിധിയിൽ നമ്മളും ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരുടെ റിപ്പോർട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്? കാലേബിൻ്റെ മുന്നിൽ എല്ലാവരും ബാഡ് റിപ്പോർട്ട്സാണ് കൊണ്ടുവന്നത്. 2 പേര് മാത്രമേ, കാലേബും യോശുവ മാത്രമേ 2 റിപ്പോർട്ട് കൊണ്ടുവന്നുള്ളൂ. എല്ലാവരും ബാഡ് റിപ്പോർട്ട്സാണ് കൊണ്ടുവന്നത്. എന്നാൽ കാലേബ് പറഞ്ഞു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഗോഡ് ഐ ക്യാൻ ഡ്രൈവ് ഔട്ട് ഓൾ ദിസ് എനിമീസ്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതും കൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ ശത്രുക്കളെയും എനിക്ക് ഓടിച്ച് കളയുവാനായിട്ട് സാധിക്കും. നോക്കിക്കോണേ, ആ കോൺഫിഡൻസ് നോക്കിക്കോണേ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്രമാത്രം പവറാണ് ദൈവം തന്നിരിക്കുന്നത്. മരണത്തെ പോലും നീക്കുപോക്കുകളെ തരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന, അതുകൊണ്ട് ഒരു പ്രാർത്ഥന പോലും അസാധ്യമായിട്ട് ഇല്ലെന്ന ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ മടുത്തു പോകല്ല. ഡോണ്ട് ഗിവ് അപ്പ്. മടുത്തു പോകല്ല. മടുത്തു പോയ ഒരു വ്യക്തിയിൽ നിന്നും കർത്താവിന് യൂസ് ചെയ്യാൻ, നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ടും അനുഗ്രഹിക്കുവാനായിട്ടും പറ്റത്തില്ല. ഹല്ലേലൂയ. വേറെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, ഹന്ന പ്രവാചകി. ഡെസ്പറേറ്റ് ആയിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഷാമ്യൂലിൽ അവിടെ നമുക്ക് കാണുന്നത്, ഹന്നയോട് ദൈവം പറഞ്ഞു, ഹന്ന ഗോഡ് ക്ലോസ് ദ വൂംബ് ഓഫ് ഹന്ന. പെർമനൻ്റ് ആയിട്ട് ഒരു ബാരൻ വുമണാ ദൈവം അടച്ചതാ ഗർഭം. അപ്പോൾ പിന്നെ വല്ലതും കാര്യമുണ്ടോ? ദൈവം അടച്ചതാ. പക്ഷെ സ്റ്റിൽ ഷീ ഡിഡ്ന്റ് ഗിവ് അപ്പ്. അവൾ വിട്ടുകൊടുത്തില്ല. അവൾ മടുത്തു പോയില്ല. ഷീ ഡിഡ്ന്റ് ഗിവ് അപ്പ്. ദൈവമക്കളെ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തുവാ? നമ്മൾ പ്രാർത്ഥന അങ്ങ് ക്വിറ്റ് ചെയ്യും, ഫെലോഷിപ്പ് അങ്ങ് ക്വിറ്റ് ചെയ്യും. എന്നാൽ ഈ ഹന്ന പ്രവാചകി എന്താ ചെയ്തതെന്നറിയാമോ? എല്ലാ വർഷവും ഭർത്താവിൻ്റെ കൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു പോകുമായിരുന്നു. ഷീ ഡിഡ്ന്റ് ക്വിറ്റ്. അതും പോരാതെ അതിനകത്ത് പറയുന്നുണ്ട്, അത് 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 8, 9, 10 പറയുന്നുണ്ട്. ഹന്നയോട് ഭർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് 10 പുത്രന്മാർ നിനക്കുള്ളതിനെക്കാട്ടിലും നിനക്ക് നല്ലൊരു ഭർത്താവല്ലേ ഞാൻ നിനക്ക്, നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? ശരിയല്ലേ? പക്ഷേ ഹന്ന പ്രവാചകി ആ കംഫർട്ട് സോണിൽ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടില്ല. എനിക്ക് എന്തിന് നല്ല ഭർത്താവുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാനിങ്ങനെ വിഷമിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞില്ല. ആ കംഫർട്ട് സോണിൽ ഇരുന്നില്ല. ആ പ്രാർത്ഥനയൊക്കെ നമ്മളത് വായിച്ചാലുണ്ടല്ലോ, എന്തോരം ആ ദൈവസന്നിധിയിൽ സിൻസിയറായിട്ട് ആ ബിറ്റർനെസ് ഓഫ് സോൾ, ആ മനോവ്യസനത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. സ്വർഗം തുറക്കുവാനായിട്ടിടയായി. ദൈവമക്കളെ, നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണെന്നോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ ഹാർട്ട്, നമ്മൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നുറുക്കം സംഭവിച്ചിട്ടുണ്ടോ, അതാ ദൈവം നോക്കുന്നത്. അത്ര നുറുങ്ങി ഇല്ല ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ആ മനോവ്യസനത്തോടു കൂടി ആ ലിപ്സ് മൂവ് ചെയ്യുന്നതേ ഉള്ളൂ, ആ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിലുള്ള പ്രാർത്ഥന.
എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് പെർമനൻ്റായിട്ടൊരു ബാരൻ വുമൺ എന്നുള്ള മുദ്ര കിട്ടിയതാണ്. പക്ഷേ ആ പ്രാർത്ഥനയുടെ മുമ്പാകെ ദൈവം ആ ഗർഭത്തെ തുറക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മളോട് പറയുന്നത്, വിത്ത് ജീസസ് ഓൺ അവർ സൈഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. ഹല്ലേലൂയ. എത്രമാത്രം ആ പ്രോമിസാ ദൈവം തരുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉള്ളതും കൊണ്ട് നമ്മൾ ഇപ്പം നിങ്ങൾ എന്തൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്, ആ അവസ്ഥയിൽ എല്ലാം ജയമെന്നല്ല, പൂർണ്ണ ജയം പ്രാപിച്ചവരാ. We are more than conquerors, more than conquerors, because Jesus is with us. Hallelujah. യേശു നമ്മുടെ കൂടെ ഉള്ളതും കൊണ്ട് നമുക്ക് ഭയപ്പെടാനായിട്ടില്ല. Hallelujah. we are more than conquerors. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത ഞാൻ പറഞ്ഞത്, നിങ്ങൾ മടുത്തു പോകല്ല, നിരാശപ്പെട്ടു പോകല്ല, അധൈര്യപ്പെട്ടു പോകല്ല. എ ഗ്രേറ്റ് ഹാർവസ്റ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഹല്ലേലൂയ. പക്ഷെ വെയിറ്റ് ചെയ്യണം. നമ്മൾ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല കേട്ടോ. വി ഷുഡ് നോട്ട് ഷ്രിങ്ക് ബാക്ക്. നമുക്ക് അധൈര്യം വരുമ്പോൾ അല്ലെങ്കിൽ മടുപ്പ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പകരം വി ആർ ഷ്രിങ്കിങ് ബാക്ക്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പിന്മാറുന്നെങ്കിൽ എൻ്റെ ഉള്ളം അവനിൽ പ്രസാദിക്കുന്നില്ല. അതിൻ്റെ പകരം നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പുകളെ വെക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ വിജയത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ബിക്കോസ് നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്ധനം, ആ പെട്രോൾ എക്സ്ട്രാ പ്രീമിയമോ അല്ല, അതൊന്നുമല്ല, അതിനെക്കാട്ടിലും പവർഫുള്ളായിട്ടുള്ള ആ പവറാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ശക്തികളല്ല, എക്സ്പേർട്സ് പറയുന്ന അഡ്വൈസ് അല്ല, നമ്മളെ പരിശുദ്ധാത്മാവ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാ. ഹല്ലേലൂയ. വി ആർ ദ പീപ്പിൾ ദ ലോർഡ് ഹാസ് ബ്ലെസ്ഡ് us. ഹല്ലേലൂയ. നമ്മളെ ദൈവം അനുഗ്രഹിച്ച ഒരു ജനമാണ്. നമ്മൾ ശപിക്കപ്പെട്ടവരല്ല, നമ്മൾ അധൈര്യപ്പെടേണ്ടിയവരല്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനമാക്കി, വലിയൊരു ജാതിയാക്കി, സെപ്പറേറ്റഡ് പീപ്പിളാക്കി ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അത് ഓർമ്മയിൽ വന്നപ്പോഴാണ്, ബാലാമിനെ ഹയർ ചെയ്തിട്ട് ഇസ്രായേൽ മക്കളെ ശപിക്കാനായിട്ട് പറഞ്ഞു. എന്നാൽ ബാലാമിന് ശപിക്കാൻ പറ്റുന്നില്ല. എന്തെന്നറിയാമോ? ദൈവം അനുഗ്രഹിച്ച ജനമ നമ്മൾ ഓരോരുത്തരും. നോ വെപ്പൺസ് ഫോം എഗെയിൻസ്റ്റ് യു വിൽ പ്രോസ്പർ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും നിനക്ക് ഫലിക്കത്തില്ല. ബിക്കോസ് വി ആർ ദ പീപ്പിൾ ദ ലോർഡ് ഹാസ് ബ്ലെസ്ഡ് us. ഹല്ലേലൂയ. എത്ര നോക്കിയിട്ടും ബാലാക്ക് നോക്കിയിട്ട് ബാലാമിനെ ശപിക്കാൻ പറ്റുന്നില്ല. ഈ ബാലാക്കിന് എന്താ കാരണം? ഈ ബാലാമിനെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ബാലാക്ക് നോക്കിയപ്പം ഒരു വലിയൊരു കൂട്ടമായി ജനക്കൂട്ടം, ഈ ഇസ്രായേൽ മക്കള്. അവർക്ക് പേടി വന്നുപോയി, ബാലാക്കിന് പേടി വന്നുപോയി. അയ്യോ, ഇവർ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടാൽ ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കുമല്ലോ, അല്ലെങ്കിൽ ഈ ദേശം മുഴുവൻ കൈയടക്കുമല്ലോ എന്നുള്ള പേടി നിമിത്തമാണ് ഇവരെ ശപിക്കാനായിട്ട് ബാലാമിനെ വിളിച്ചത്. അതുപോലെ ദൈവമക്കളെ, നമ്മളെ ദൈവം സക്സസ്സിലേക്കും അനുഗ്രഹിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. എന്തിനാ സംശയിക്കുന്നത്?
ദൈവം നമ്മളെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ജനമാണ്. എന്നാൽ നമ്മുടെ ഈ അനുഗ്രഹത്തെ ചോർത്തിക്കളയുവാനായിട്ട് ബാലാമ് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചെയ്താൽ ഇസ്രായേൽ മക്കളുടെ അനുഗ്രഹം ചോർന്നു പോകുമെന്ന്, അവരുടെ ശക്തി കുറഞ്ഞു പോകുമെന്ന്. 2 കാര്യമായിരുന്നു കേട്ടോ. എന്തൊക്കെയായിരുന്നു എന്നറിയാമോ? 1 വിഗ്രഹാരാധനയും, 2 വ്യഭിചാരം. ഈ 2 ശക്തി ഇത് അവർക്ക് ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കിട്ടിയാലുണ്ടല്ലോ അവരുടെ ശക്തി പോകുമെന്ന് പറഞ്ഞു ഒറ്റ കൊടുക്കുവാനായിട്ടിടയായി. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ ബാലാക്ക് ചെയ്തത് ഈ മോവാബിലെ സുന്ദരിമാരായ സ്ത്രീകളെ ഇസ്രായേൽ മക്കള് പാർത്തിരുന്ന് നല്ല ആണുങ്ങൾ പാർത്തിരുന്നിടത്ത് ഈ സ്ത്രീകളെ അങ്ങ് വിട്ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തോ ഉണ്ടായി, ടെംപ്റ്റേഷൻ ഉണ്ടായി. ഈ സ്ത്രീകളെ ഈ ഇസ്രായേൽ മക്കളുടെ ഈ ആണുങ്ങൾ വിവാഹം കഴിക്കുവാനായിട്ടിടയായി, അല്ലെങ്കിൽ അവർ ചേർക്കുവാനായിട്ടിടയായി. അതിൻ്റെ കാരണത്താൽ അവരുടെ ജീവിതത്തിൽ വിഗ്രഹാരാധന അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കേണ്ടിയ കാരണവും വന്നു. ഈ 2 സംഭവിച്ചതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പരാജയം സംഭവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വി ആർ ദ പീപ്പിൾ ഗോഡ് ഹാസ് ബ്ലെസ്ഡ് us. ദൈവം നമ്മളെ അനുഗ്രഹിച്ച ജനമാ. എന്നാൽ നമ്മുടെ ഈ അനുഗ്രഹത്തെ ചോർത്തിക്കളയുവാനായിട്ട് പിശാച് പല രീതിയിലുള്ള തന്ത്രം തൊടുത്തുവിടുമ്പോൾ നമ്മൾ വൈസായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു രീതിയിലുമുള്ള ഐഡൽ വർഷിപ്പ് അല്ലെങ്കിൽ ഒരു രീതിയിലുമുള്ള വിശ്വാസികൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടല്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ശക്തി ചോർന്നു പോകുവാനായിട്ടിടയാകും, നമ്മുടെ പവർ കുറഞ്ഞു പോകുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. അല്ലെങ്കിലുണ്ടല്ലോ ദൈവമക്കളെ, നമ്മൾ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെട്ട് വലിയൊരു ജാതിയാക്കി മാറ്റുവാനായിട്ടാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും മടുത്തു പോകല്ല, ആരും ക്ഷീണിച്ചു പോകല്ല. ഒരു നടുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഒരു വലിയ കൊയ്ത്ത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പം ജോന ഒരു പാട്ട് പാടി നമുക്കൊന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പകരാം. നമ്മളാരും ശ്രേഷ്ഠരല്ല, നമുക്കൊന്നുമില്ല പുകഴുവാൻ, നമുക്ക് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ആ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ, ആ ഹെസക്കിയ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് പൂർണ്ണമായിട്ട് ഒന്നും നോക്കാതെ ആ താഴ്മയുള്ളവരെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്കൊന്ന് പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു ജീസസ്. Hallelujah.
ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന്